നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വ്യാപകമായി ചൂഷണം ചെയ്യുന്നതായി കണ്ടെത്തൽ. കാസർഗോഡ് 16 വയസ്സുകാരനെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് പീഡിപ്പിച്ച കേസിൽ അന്വേഷണത്തിനിടെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയം സ്ഥാപിച്ച് UPI വഴി പണം നൽകി വശീകരിച്ചാണ് പീഡനം നടന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിൽ എങ്ങനെ അക്കൗണ്ട് തുറക്കാനായി എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോൺഗ്രസ് കോടോംബേളൂർ കാലിച്ചാനടക്കം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. വിശ്വകർമ്മ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച മാവുങ്കാൽ പുതിയകണ്ടം ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രം. വിശ്വകർമാവ് തൊഴിലിന്റെയും വ്യവസായത്തിന്റെയും അടിസ്ഥാന ദേവനാണ്. കന്നി സംക്രാന്തി ദിനത്തിലാണ് ഭാരതീയർ വിശ്വകർമ്മ ദിനം ആചരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ബാലകൃഷ്ണൻ പാലക്കി തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും PMDK കോഴിക്കോട് അലിംകോയും സംയുക്തമായി സംഘടിപ്പിച്ച രാഷ്ട്രീയ വയോശ്രീ യോജന മുഖേന നൽകിയ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സ്നേഹ സൗഹൃദത്തിന്റെ ഒത്തുചേരലുമായി കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഓണാഘോഷം സംഘടിപ്പിച്ചു. കുടുംബസംഗമവും നടത്തി. പുതിയകണ്ടം അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് എല്ലാ സംക്രമ ദിനങ്ങളിലും പൗരപ്രമുഖരെ തിരുസന്നിധിയിൽ വെച്ച് ആദരിക്കുന്ന സംക്രാന്തി സമാദരം പരിപാടി നടന്നു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ M. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വ്യാപകമായി ചൂഷണം ചെയ്യുന്നതായി കണ്ടെത്തൽ. കാസർഗോഡ് 16 വയസ്സുകാരനെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട പീഡിപ്പിച്ച കേസിൽ അന്വേഷണത്തിനിടെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയം സ്ഥാപിച്ച് UPI വഴി പണം നൽകി വശീകരിച്ചാണ് പീഡനം നടന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിൽ എങ്ങനെ അക്കൗണ്ട് തുറക്കാനായി എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ കേസ് അന്വേഷണത്തിനിടെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. വിവിധ ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വ്യാപകമായി ചൂഷണം ചെയ്യുന്നതായാണ് കണ്ടെത്തൽ. ഇതിനായി സംസ്ഥാനത്ത് ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പരിശോധനയിലാണ് പോലീസിന് ശക്തമായ തെളിവുകൾ ലഭിച്ചത്. ഇത്തരത്തിൽ നിരവധി പേർക്ക് ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് ഉള്ളതായി പരിശോധനയിൽ വ്യക്തമായി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഇതിൽ അക്കൗണ്ട് തുറക്കാനായി എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതികൾ വിദ്യാർത്ഥിയെ വിളിച്ചതും പണം അയച്ചു കൊടുത്തതായും അന്വേഷണ സംഘം കണ്ടെത്തി. പറയുന്നത് 12 ഇയേഴ്സ് ഈ പർട്ടിക്കുലർ കേസ് ആണെങ്കിൽ 14 ഇയേഴ്സ് മുതലാണ് ഈ സംഭവങ്ങൾ തുടങ്ങുന്നത്. ആ ഏജിൽ സഫീഷ്യൻറ്റ് മെച്യൂരിറ്റി അണ്ടർസ്റ്റാൻഡിങ് കുട്ടികൾക്ക് ഇല്ല. അതുകൊണ്ടാണ് പോക്സോ നിയമം കൺസെൻറ്റ് ബാധകമല്ല. വിത്തൗട്ട് കൺസെൻറ്റ് പോക്സോ ഈസ് എ പോക്സോ. മെച്യൂരിറ്റി ആ ഏജിൽ മെച്യൂരിറ്റി ഉണ്ടാവില്ല. സോ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പേരൻസിൻ്റെ ശ്രദ്ധ. കുട്ടികളുടെ ഓൺലൈൻ ബിഹേവിയർ എങ്ങനെ ഉണ്ടോ പേരൻസിൻ്റെ ശ്രദ്ധ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുമ്പാണെങ്കിൽ കുട്ടി ആരുകൂടെയാണ് സംസാരിക്കുന്നത് നമുക്കറിയാം. മൊബൈലില്ലാണെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ, ഫ്രണ്ട്സൊക്കെ, ടീച്ചേഴ്സ്, സ്കൂളിൽ പരിചയപ്പെടുന്ന ആൾക്കാർ, ഇവർ കൂടെ മാത്രമാണ് കുട്ടി സംസാരിക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ പോകുമ്പോൾ കുട്ടി ഇനവേ ഒരു ടാർഗറ്റ് തന്നെയാണ്. കുറേ ആൾക്കാർ ഓൺലൈൻ ആരെങ്കിലും പരിചയപ്പെടാം, ആരെങ്കിലും മെസ്സേജ് ചെയ്യാം. ചാറ്റ് ഓപ്ഷൻസ് മിക്കവാറും എല്ലാ ആപ്സിലും ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. ഈവൻ ഗെയിംസ് ആണെങ്കിൽ, ഓൺലൈൻ ഗെയിംസ് ആണെങ്കിലും അതിലും ചാറ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്, ഓൺലൈൻ ചാറ്റിംഗ് ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ പ്രെഡേറ്ററി ബിഹേവിയറുള്ള ആൾക്കാർ ഇങ്ങനെ കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇത് രക്ഷപ്പെടാൻ വേണ്ടി പേരൻസിൻ്റെ ശ്രദ്ധ ഉറപ്പായിട്ട് വേണം. ടെക്നിക്കലായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോൺ, iOS ഫോൺ ആണെങ്കിലും
പേരൻ്റൽ കൺട്രോൾ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ആപ്സാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. കുട്ടിയാണെങ്കിൽ ക്ലിയർ ആയിട്ട് ആപ്പ് സ്റ്റോറോ ഗൂഗിൾ പ്ലേ സ്റ്റോറോ ഓപ്പൺ ചെയ്താൽ 18+ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. സോ പേരൻ്റൽ കൺട്രോൾ വെച്ചാൽ 18+ മാർക്ക് ചെയ്ത ആപ്പ് കുട്ടിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ചന്തേരിയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സർക്കാർ ജീവനക്കാരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും ഫുട്ബോൾ പരിശീലകരും ഉൾപ്പെട്ടത് പോലീസ് ഗൗരവത്തോടെയാണ് കാണുന്നത്. സംഭവത്തിൽ ചന്തേര, ചീമേനി, നീലേശ്വരം, ചിറ്റാരിക്കൽ, വെള്ളരിക്കുണ്ട് പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. ഇതുവരെ 10 പേരാണ് അറസ്റ്റിലായത്. ബേക്കൽ AEO, പടന്നയിലെ VK സൈനുദ്ദീൻ, പടന്നക്കാട്ടെ റംസാൻ, RPFലെ മുൻ ജീവനക്കാരും ഫുട്ബോൾ പരിശീലകനുമായ പിലിക്കോട്, എരവയിലെ ചിത്രരാജ്, തൃക്കരിപ്പൂർ വാൾവക്കാട്ടെ കുഞ്ഞഹമ്മദ്, ചന്തേരയിലെ അഫ്സൽ, തൃക്കരിപ്പൂർ പൂച്ചോലിയിലെ നാരായണൻ, തൃക്കരിപ്പൂർ വടക്കേ കൊവ്വലിലെ റയീസ്, വെള്ളച്ചാലിലെ സുകേഷ്, ചീമേനിയിലെ ഷിജിത്ത്, പയ്യന്നൂർ, കോറോത്തെ അലുമിനിയം ഫാബ്രിക്കേഷൻ തൊഴിലാളി ഗിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ അഫ്സലിനെതിരെയും മറ്റൊരു കേസ് കൂടി ചന്തേര പോലീസ് രജിസ്റ്റർ ചെയ്തു. മറ്റൊരാൾക്ക് വഴങ്ങിക്കൊടുക്കാൻ കുട്ടിയെ പ്രേരിപ്പിച്ചുവെന്നതിനാണ് അഫ്സലിനെതിരെ രണ്ടാമത്തെ കേസെടുത്തത്. ഇതോടെ ചന്തേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16കാരൻ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 10ആയി. നിലവിൽ കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത 14 കേസുകളിൽ പുതുതായി 2 എണ്ണം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കോൺഗ്രസ് കൊടുമ്പേളൂർ കാൽച്ചാനടുക്കം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. കൊടുമ്പേളൂർ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ റോഡ് നവീകരണത്തിനായുള്ള ഫണ്ട് അനുവദിക്കുന്നതിൽ പ്രതിപക്ഷ വാർഡുകളെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് തികച്ചും ഏകപക്ഷീയമായി ടെൻഡറിനുള്ള പട്ടിക തയ്യാറാക്കി എന്നതിൽ പ്രതിഷേധിച്ചാണ് കൊടുമ്പേളൂർ കാൽച്ചാനടുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കോൺഗ്രസ് അംഗങ്ങൾ പ്രതിദാനം ചെയ്യുന്ന 6, 7, 12, 15 എന്നീ വാർഡുകളിൽ കൂടി 2 വീതം റോഡുകൾ 20/5/2025 ഭരണസമിതി യോഗത്തിൽ വായിച്ച് അംഗീകരിച്ചിരുന്നെങ്കിലും മിനിറ്റ്സ് രേഖപ്പെടുത്തി പൂർണ്ണമാക്കിയപ്പോൾ ഒരു റോഡ് പോലും ഉൾപ്പെടുത്താതെ ഒഴിവാക്കിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. ഭരണസമിതി യോഗത്തിൽ വായിച്ച് അംഗീകരിച്ച റോഡുകൾ പോലും മിനിറ്റ്സിൽ രേഖപ്പെടുത്താതെ കൃത്രിമം കാണിച്ചു എന്നുള്ളത് അതീവ ഗുരുതരമായ തെറ്റാണെന്നും ഇതിന് നേതൃത്വം കൊടുത്ത ഇടത് ഭരണസമിതിയും അതിന് കൂട്ടുനിന്ന പഞ്ചായത്ത് സെക്രട്ടറിയും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ഭരണക്കാരുടെ അഴിമതിക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നാൽ അവരെ പെൻഷൻ വാങ്ങിപ്പിക്കില്ലെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. വലിയ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. CPM ഭരണസമിതിയോട് പറയുന്നു, തൊഴിലുറപ്പ് പദ്ധതി നിങ്ങളുടെ CPM പാർട്ടിയുടെ ഫണ്ടിൽ നിന്നല്ല. ആരാ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്? നമുക്കറിയാം. UPAയുടെ അന്നത്തെ അധ്യക്ഷ സോണിയാഗാന്ധി അവശത അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുന്നതിന് വേണ്ടി വികസനമില്ലാത്ത നാടുകളിൽ വികസനം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ദീർഘവീക്ഷണ മനോഭാവത്തിന്റെ ഫലമായി അന്നത്തെ UPA അധ്യക്ഷ സോണിയാഗാന്ധി ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു. കൊടുമ്പേളൂർ മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ ബാലൂർ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. KPCC മെമ്പർ മീനാക്ഷി ബാലകൃഷ്ണൻ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ, ലക്ഷ്മി തമ്പാൻ, അനിത രാമകൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർമാരായ രാജീവൻ ചീരോൽ, അഡ്വക്കേറ്റ് ഷീജ, ആൻസി ജോസഫ്, ജിനി ബിനോയ്, വിനോദ് കപ്പിത്താൻ, ബാബു മാണിയൂർ, ബാലകൃഷ്ണൻ ചക്കിട്ടടുക്കം, KK യൂസഫ്, പാച്ചേനി കൃഷ്ണൻ, A കുഞ്ഞിരാമൻ, മാത്യു, ജോസ് ജോസഫ്, രാജേഷ് പണങ്കോട്, വിഷ്ണു കാട്ടുമാടം,
ബേബി പുതുപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കാൽച്ചാനടക്കം മണ്ഡലം പ്രസിഡന്റ് മാണിയൂർ ബാലകൃഷ്ണൻ സ്വാഗതവും സജി പ്ലാച്ചേരി നന്ദിയും പറഞ്ഞു. നൂറുകണക്കിന് പ്രവർത്തകർ അട്ടേങ്ങാനത്ത് നിന്നും പ്രകടനവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയപ്പോൾ അമ്പലത്തറ ഇൻസ്പെക്ടർ KP ഷൈനിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഗേറ്റിൽ തടഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. വിശ്വകർമ്മ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച മാവുങ്കാൽ പുതിയ കണ്ടം ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രം. വിശ്വകർമാവ് തൊഴിലിന്റെയും വ്യവസായത്തിന്റെയും അടിസ്ഥാന ദേവനാണ്. കന്നി സംക്രാന്തി ദിനത്തിലാണ് ഭാരതീയർ വിശ്വകർമ്മ ദിനം ആചരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ബാലകൃഷ്ണൻ പാലക്കി തയ്യാറാക്കിയ റിപ്പോർട്ട്. ആധ്യാത്മിക രാജ്യമായ ഭാരതത്തിൽ വിശ്വകർമാവിന് മഹത്തായ സ്ഥാനമാണുള്ളത്. തൊഴിലിന്റെ ദേവനാണ് വിശ്വകർമാവ്. അഷ്ടവസുക്കളിൽ എട്ടാമനായ പ്രഭാസന്റെയും ദേവഗുരു ബ്രഹ്മസ്പതിയുടെയും സഹോദരി വരസ്ത്രീയുടെയും മകനാണ് അദ്ദേഹം. അസാമാന്യ ബുദ്ധിശക്തിയുള്ള വിശ്വകർമാവിന് സകല ശാസ്ത്രങ്ങളിലും അസാമാന്യ പ്രാണീയമുണ്ടായിരുന്നു. ശ്രീകൃഷ്ണന് വേണ്ടി ദ്വാരകയും ഇന്ദ്രന്റെ ദേവലോകം, പാണ്ഡവരുടെ ഹസ്തിനിപുരി, ഇന്ദ്രപ്രസ്ഥം, ലങ്ക എന്നിവ പണിതതും മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം, സുബ്രഹ്മണ്യന്റെ വേലിൽ, ഇന്ദ്രന്റെ വജ്രായുധം എന്നിവ നിർമ്മിച്ചതും വിശ്വകർമാവാണ്. സ്വന്തം മകൻ ധർമ്മപാതയിൽ നിന്ന് വ്യതിചലിച്ച് അധർമ്മ പ്രവൃത്തിയിലേക്ക് നീങ്ങിയപ്പോൾ അവനെ വധിക്കാൻ ആയുധം നിർമ്മിച്ചു നൽകിയത് വിശ്വകർമാവാണ്. തൻ്റെ മകനായ വൃതാസുരൻ ദേവലോകം കീഴടക്കി അധർമ്മപാതയിലേക്ക് നീങ്ങിയപ്പോൾ അവനെ വധിക്കാൻ ദധീചി മഹർഷി തൻ്റെ എല്ലുകൾ ദാനം ചെയ്യുകയും ജീവൻ മുക്തമാക്കുകയും ആ എല്ല് ഉപയോഗിച്ച് വിശ്വകർമാവ് നിർമ്മിച്ച വജ്രായുധം കൊണ്ടാണ് വൃതാസുരനെ വധിച്ചത്. അധർമ്മിയായ മകൻ വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ പുത്രവാത്സല്യവും ദയയും നൽകാതെ വകവരുത്തുവാൻ വിശ്വകർമാവ് സഹായിച്ചു. തൊഴിലിന്റെ അടിസ്ഥാന ദേവനായ വിശ്വകർമാവിനെ തൊഴിൽ ദേവനായി ഭാരതത്തിലെ തൊഴിലാളികൾ ആരാധിക്കുന്നു. വിശ്വകർമാവ് തൊഴിലിന്റെയും വ്യവസായത്തിന്റെയും അധിഷ്ഠാന ദേവനാണ്. കന്നി സംക്രാന്തി ദിനത്തിലാണ് ഭാരതീയർ വിശ്വകർമ്മ ദിനം ആചരിക്കുന്നത്. സാനക, സനാതന, അഭൂവന, പ്രജ്ഞാസന, സവർണ എന്നീ ഋഷീശ്വരന്മാരും മനു, മയ, ത്വഷ്ട, ശില്പി, വിശ്വജ്ഞ എന്നീ പഞ്ചഋഷിമാരും പഞ്ചമുഖനായ വിശ്വകർമാവിൽ നിന്ന് ഉത്ഭവിച്ചവരാണെന്ന് വിശ്വസിക്കുന്നു. പ്രസിദ്ധമായ ആറന്മുള കണ്ണാടിയുടെയും പയ്യന്നൂർ പവിത്രമോതിരത്തിൻ്റെയും നിർമ്മാതാക്കളും വിശ്വകർമ്മജരാണ്. ലോഹ നിർമ്മാണം, ചിത്രകല, കരകൗശല വിദ്യ എന്നിവയിലും ഇവർക്ക് അസാമാന്യ വൈദഗ്ധ്യമുണ്ടായിരുന്നു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പോലും തൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൽ വിശ്വകർമ്മജരെ ശാസ്ത്രവിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ വിശ്വകർമ്മദേവന്റെ പ്രതിഷ്ഠയുള്ള പ്രമുഖ ക്ഷേത്രമാണ് ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രം. കാഞ്ഞങ്ങാടിനടുത്തുള്ള അജാനൂർ ഗ്രാമത്തിൽ പുതിയ കണ്ടം മാവുങ്കാൽ പ്രദേശത്താണ് ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ വിരാട് വിശ്വകർമാവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. പഞ്ചമുഖങ്ങളോടും 10 കൈകളോടും 15 കണ്ണുകളോടും കൂടിയ വിശ്വകർമാവിന്റെ അത്യപൂർവമായ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ലോകത്തിൽ നമ്മൾ ഭാരതത്തിൽ തന്നെ വിശ്വകർമാവിൻ്റെ പൂർണ്ണ പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് ഈ അജാനൂർ ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രം.
മറ്റു വിശ്വകർമ്മ ക്ഷേത്രങ്ങളിൽ പ്രധാന ദേവതയായിട്ട് കാളികാംബയാണ് ആരാധിച്ചു വരുന്നത്. ഉപദേവതനായിട്ടാണ് നമുക്ക് വിശ്വകർമാവിനെ പ്രതിഷ്ഠിച്ചത്. അതുപോലെ പഞ്ചമുഖത്തോടു കൂടിയുള്ള പൂർണ്ണകായ പ്രതിഷ്ഠയാണ് ഇവിടെ നടക്കുന്നത്. അത് എല്ലാ നമ്മുടെ ഈ ശില്പശാസ്ത്രമായാലും വാസ്തുശാസ്ത്രമായാലും നമ്മുടെ എഴുത്ത് സംബന്ധമായാലും വേദങ്ങൾ സംബന്ധമായാലും എല്ലാം ഈ 5 മുഖങ്ങൾ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം തമിഴ്നാട്ടിലുള്ള നമ്മുടെ ശില്പി ആചാര്യയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രമില്ല. പകരം ഒരു കൂട്ടായ്മയുടെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമായി നിർമ്മിക്കപ്പെട്ട ആധുനിക ക്ഷേത്രമാണിത്. 1110 കർക്കടകം 29-ന് കാസർഗോഡ് താലൂക്കിലെ പടുവനാട്, കവനാട്, അള്ളടസ്വരൂപം, കോലസ്വരൂപം എന്നീ പ്രദേശങ്ങളിലെ വിശ്വ ബ്രാഹ്മണ സമൂഹം അജാനു ഗ്രാമത്തിലെ മണലിൽ ഒരു യോഗം ചേർന്നാണ് ഈ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത്. ബ്രഹ്മശ്രീ രാമൻ ആചാര്യ അയ്യത്താർ ആയിരുന്നു ആദ്യ പ്രസിഡന്റ്. അദ്ദേഹത്തിന് ശേഷം ബ്രഹ്മശ്രീ കാർത്തമ്പു ആചാര്യ ചുമതലയേറ്റു. പുതിയകണ്ഠം സ്വദേശി അമ്പുൻഹി ആചാര്യ സെക്രട്ടറിയായും കുഞ്ഞിക്കണ്ണൻ ആചാര്യ ജോയിന്റ് സെക്രട്ടറിയായും അമ്പുൻഹി ആചാര്യ പള്ളോട്ട് ട്രഷററായും ചുമതലയേറ്റു. ക്ഷേത്രത്തിന്റെ ആദ്യത്തെ മേൽശാന്തി ബ്രഹ്മശ്രീ KV ശങ്കരൻ പുരോഹിതരായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ബ്രഹ്മശ്രീ ശങ്കരനാരായണൻ പുരോഹിതരും ഇപ്പോൾ ശ്രീ ഹരിശ്ചന്ദ്രൻ പുരോഹിതരുമാണ് പ്രധാന തന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നത്. ഈ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് താഴത്ത് ശ്രീമാൻ കർത്തമ്പു ആചാരി, താഴത്ത് അമ്പുവാചാരി, നീലേശ്വരത്തെ രാമനായത്താൻ എന്നിവർ പ്രാഥമികമായിട്ട് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. അതിന് കാരണം എൻ്റെ അച്ഛൻ കർണാടകത്തിൽ ബ്രാഹ്മണ വർഗത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം കുറേ ആൾക്കാർ വെച്ച് പണിയെടുക്കുന്ന ആളാണ് താഴത്ത് ശ്രീ അമ്പു ആചാരി. അതാണ് എൻ്റെ പിതാമഹൻ. അവർ കർണാടകത്തിൽ ജോലി ചെയ്യാൻ പോയ അവസരത്തിൽ അവിടുത്തെ ഒരു ബ്രാഹ്മണൻ, അത് അവിടുത്തെ ഇല്ലത്തെ ആള് ഒരു പുസ്തകം കൊടുത്തു അച്ഛന്. കർണാടകത്തിലാണ് ആ പുസ്തകം. അയനിയ ചന്ദ്രോദയം മൂലസ്തംഭ പുരാണം. അപ്പോൾ ഈ മൂലസ്തംഭ പുരാണം അദ്ദേഹം കൊടുക്കുമ്പോൾ ಅಂಬಾಚಾರಿ ನಿಮಗೆ ಇದು ಬೇಕಾಗಿದ್ದದು, ನೀವು ಇದೆಲ್ಲ ಕಲಿಬೇಕು ಅಂತ ಹೇಳಿ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ കർണാടകത്തിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹം ഇതൊക്കെ വായിച്ച് അതിൻ്റെ എല്ലാം ഉൾക്കൊണ്ട് അപ്പോഴാണ് വിശ്വകർമാക്കളെ ഉൽപ്പത്തിയെപ്പറ്റി മൂലസ്തംഭ പുരാണത്തിൽ കാണുന്നത്. അങ്ങനെ അച്ഛൻ അന്ന് മുതൽ അച്ഛൻ ഇവിടെ വിശ്വകർമാക്കളെ ഒരു ക്ഷേത്രം വേണമെന്നുള്ള ഒരാഗ്രഹം. ശ്രീ സിദ്ധലിംഗ സ്വാമിജി മേടമാസം വൈശാഖ ശുക്ലപക്ഷ പഞ്ചമി ദിവസം ആണ് ഈ മഹാദേവന്റെ വിഗ്രഹം. അദ്ദേഹം സിദ്ധിയിലിരുന്ന് ഒരു കൈ കൊണ്ട് പ്രതിഷ്ഠിച്ച വിഗ്രഹമാണിത്. അത് അപൂർവം. ഇത് ഇന്ത്യയിൽ, ഈ ഭാരതത്തിൽ തന്നെ ഏക ക്ഷേത്രമാണിത്. ഈ പൂർണ്ണകായ പ്രതിമ ഇന്ത്യയിൽ തന്നെ വേറെ ഇല്ല. ഈ ക്ഷേത്രത്തിൽ വർഷം മുഴുവൻ വിവിധ ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കാറുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രതിഷ്ഠാദിന മഹോത്സവം. എല്ലാ വർഷവും ഈ ദിനം വളരെ വിപുലമായി ആഘോഷിക്കുന്നു. കൂടാതെ 9 ദിവസത്തെ നവരാത്രി പൂജ ഭക്തിയോടുകൂടി നടത്താറുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ വിശ്വകർമാവ് പരമശിവന്റെ ഒരു ഭാവമാണെന്ന് വിശ്വസിക്കുന്നതിനാൽ ശിവരാത്രി ഉത്സവം പ്രധാനപ്പെട്ടതാണ്. ഉപക്ഷേത്രത്തിലെ ഗണപതിക്കായി വിനായക ചതുർത്ഥി ദിനത്തിൽ പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. വിശ്വകർമ്മ സമുദായത്തിന് പ്രാധാന്യമുള്ള ഋഷി പഞ്ചമി ദിനവും ഇവിടെ ആഘോഷിക്കാറുണ്ട്. ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ 5-ന് നിർമാല്യ ദർശനത്തോടെ ആരംഭിച്ച് 12:30 വരെയാണ്. ഈ സമയങ്ങളിൽ രാവിലെ 6:30-ന് ഉഷപൂജയും 11:30-ന് മധ്യാഹ്ന പൂജയും നടക്കുന്നു. വൈകുന്നേരം 5 മുതൽ 8:30 വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. സായംകാല പൂജ വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കുന്നു. ഭാവിയിൽ ഒരു ആർട്ട് ഗാലറി, മ്യൂസിയം,
അന്നദാന ഹാളുകൾ, തീർത്ഥാടകർക്ക് താമസ സൗകര്യങ്ങൾ, ഗോശാല, വാസ്തു വിദ്യാപീഠം എന്നിവ ഉൾപ്പെടുത്തി ക്ഷേത്രം വിപുലീകരിക്കാൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 1936 ആരംഭിച്ച ഈ ക്ഷേത്രത്തിൻ്റെ പണി 1947 പ്രതിഷ്ഠിക്കപ്പെടുകയും അതിനുശേഷം നാളെ ഇതുവരെ നവീകരണം നടക്കാതിരിക്കുകയും ഈ 70 വർഷത്തിന് ശേഷം ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. 5 വർഷത്തെ പ്രോജക്റ്റാണ് വെച്ചിട്ടുള്ളത്. 5 വർഷ കാലയളവിനുള്ളിൽ ഇത് നമ്മൾ പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ നാഗലിംഗ ഗുരുസ്വാമി മഠം നിർമ്മിക്കുകയും അതിനെ പുനഃപ്രതിഷ്ഠ നടത്തുകയും ഏപ്രിൽ മാസത്തോടെ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത ഘട്ടം നവരാത്രിയോടനുബന്ധിച്ച് ആരംഭിക്കുകയും ചെയ്യും. അപ്പോൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് നിർമ്മാണം. അടുത്ത ഘട്ടം ഉപദേവന്മാരുടെ നിർമ്മാണവും അതിനുശേഷം അവസാന ഘട്ടം എന്ന നിലയിൽ ദേവൻ്റെ നിർമ്മാണവും നടക്കും, ശ്രീകോവിലിൻ്റെ നിർമ്മാണവും നടക്കും. ഈ ദേവന്റെ വിഗ്രഹം പഞ്ചലോഹത്തിൽ നിർമ്മിച്ച ഈ വിഗ്രഹം 6 അടി ഉയരത്തിലുള്ള ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. അതിനുശേഷമാണ് നമ്മുടെ കാളികാംബ, ഗുരുമഠം, ഗണപതി, ലക്ഷ്മീദേവി എന്നീ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ നടന്നു. ആ പ്രതിഷ്ഠ അങ്ങനെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പിന്നെ 5 ദേവീദേവന്മാർ വിശ്വകർമ്മദേവനടക്കം ഈ ഗുരുമഠത്തിൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതിഷ്ഠ നടത്തിയ ഗുരുവാണ് അദ്ദേഹം മൈസൂർ രാജാവിൻ്റെ രാജധാനിയിലുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇവിടെ നമ്മൾ പ്രതിഷ്ഠ നടത്തിയത്. അദ്ദേഹം പ്രതിഷ്ഠ നടത്തിയുകൊണ്ട് അദ്ദേഹം വന്ന ശേഷം അദ്ദേഹത്തെ ആരാധിക്കാനുള്ള ഒരു സംവിധാനം വേണമെന്ന് നമ്മൾ കണ്ടു. അങ്ങനെയാണ് ഗുരുമഠം നമ്മൾ സ്ഥാപിക്കുന്നത്. ആ ഗുരുദേവൻ്റെ പ്രതിഷ്ഠ നമ്മൾ നടത്തി. ആ പഴയ ക്ഷേത്രം അത് പൊളിച്ചു മാറ്റി ഇപ്പോൾ ഗുരുദേവന് വേണ്ടി പുതിയ ക്ഷേത്രം പണിതു. ബാക്കിയുള്ള ക്ഷേത്രങ്ങളെല്ലാം പുതുക്കിപ്പണിയുള്ള തിരക്കിലാണ് നമ്മളെ പുതിയ നവീകരണ കമ്മിറ്റി, ക്ഷേത്ര ഭരണ സമിതി ഒക്കെ ആക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വിശ്വകർമാവിന്റെ അനുഗ്രഹം തേടി നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും PMDK കോഴിക്കോട് അലിംകോയും സംയുക്തമായി സംഘടിപ്പിച്ച രാഷ്ട്രീയ വയോശ്രീ യോജന മുഖേന നൽകിയ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് വെച്ച് നടന്ന RVY സ്ക്രീനിംഗ് ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്നും തിരഞ്ഞെടുത്ത 200 വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങളായ വീൽചെയർ, വാക്കർ, ബെൽറ്റുകൾ, കേൾവി സഹായി എന്നിവ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. നേരത്തെ തന്നെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സ്ക്രീനിങ് നമ്മുടെ കാഞ്ഞങ്ങാട് വെച്ച് തന്നെ നടക്കുകയുണ്ടായി. സീനിയർ സിറ്റിസൺ ഫോറവും അതുപോലെ PMDK അലിംകോ കോഴിക്കോടും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു പദ്ധതി രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു സംവിധാനം ആണ് ഇന്ന് കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി നടക്കുന്നത്. ഇതിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഉദ്ഘാടനം അല്പസമയം മുമ്പ് പാലക്കാട് വെച്ച് നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് വയോജനങ്ങൾക്ക് സഹായകമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഈ ഒരു കേന്ദ്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നത്. വയോജനങ്ങളായിട്ടുള്ള അവരുടെ പ്രായമായി വരുന്ന കാലത്ത് ഏതൊരു മനുഷ്യനും ഏതൊരവസ്ഥയിലേക്കാണ് എത്തുക എന്നുള്ളത് നമുക്ക് പ്രവചനാതീതമാണ്. KSCF ജില്ലാ പ്രസിഡന്റ് T അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. P&O PMDK കോഴിക്കോട് അലിംകോ ഓഫീസർ അജിത് കുമാർ V പദ്ധതി വിശദീകരണം നടത്തി. ലത, KK ബാബു, 5 സ്റ്റാർ മുഹമ്മദ് കുഞ്ഞി, N അശോക് കുമാർ, ആസിഫ് എന്നിവർ ആശംസ അർപ്പിച്ചു. KSCF ജില്ലാ സെക്രട്ടറി K സുകുമാരൻ മാസ്റ്റർ സ്വാഗതവും KSCF കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി M പുരുഷോത്തമൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്നേഹ സൗഹൃദത്തിന്റെ ഒത്തുചേരലുമായി കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഓണാഘോഷം നടത്തി. കുടുംബസംഗമവും സംഘടിപ്പിച്ചു.
കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ് സ്നേഹവും സൗഹൃദവും ചേർത്ത് നിർത്തി വിപുലമായ പരിപാടികളോടെ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. ലയൺസ് സിൽവർ ജൂബിലി ഹാളിൽ നടന്ന സംഗമം ഡിസ്ട്രിക്ട് ഫസ്റ്റ് ഗവർണർ ടൈറ്റസ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ഈ ഓണം ആഘോഷിക്കാൻ കാഞ്ഞങ്ങാട് ക്ലബ്ബിൽ വരുവാനും എല്ലാവരുമായി ഈ സന്തോഷത്തിൽ പങ്കിടാനും ഉള്ള അവസരം നൽകിയതിനും ലഭിച്ചതിനൊക്കെ സന്തോഷം അറിയിക്കുകയാണ്. ഓണം ഒരിക്കലും മലയാളികൾക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു ആഘോഷമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ അതുപോലെ മൊത്തം കേരള മൾട്ടിപ്പിൾ തന്നെ വിവിധ ക്ലബ്ബുകളിൽ അതുപോലെ തന്നെ മൾട്ടിപ്പിളൊക്കെ ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഒട്ടേറെ സേവന പ്രവർത്തനങ്ങളും നമ്മുടെ ലയൺസിന്റെ സർവ്വതാപ്തവാക്യം മുൻനിർത്തിക്കൊണ്ട് ഓണാഘോഷങ്ങളോടൊപ്പം തന്നെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ മെമ്പർമാരുള്ള ലയൺസ് ക്ലബ്ബ് കാഞ്ഞങ്ങാടിന്റെ എല്ലാവിധ സേവന പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ അതിന്റെ ലീഡർഷിപ്പിലെല്ലാം കണ്ണൻ പാർസാരഥി ഈ വർഷം ഈ കഴിഞ്ഞ 2.5 മാസത്തിന് ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അതിൽ നമുക്കേറെ സന്തോഷിക്കാം. പ്രത്യേകിച്ച് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും മെമ്പർമാരുള്ള ക്ലബ്ബുകളിലുണ്ടായ കാഞ്ഞങ്ങാട് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങൾ എന്നും നമ്മൾക്ക് അഭിമാനിക്കാവുന്നതാണ്. ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ വളരെ ഏറെ ലീഡേഴ്സും അതുപോലെ തന്നെ ഒട്ടനവധി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന മെമ്പർമാരുള്ള ഈ ക്ലബിൽ നിന്നും നല്ല ഒരു പ്രവർത്തനങ്ങൾ ഈ വർഷം കണ്ണൻ പാർസാരഥിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പ്രമുഖ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ മണികണ്ഠൻ മേലത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ദുബായിലൊക്കെ ഓണം തുടങ്ങിയതേ ഉള്ളൂ. ഈ വർഷം പ്രത്യേകിച്ചിട്ടും നോമ്പിൻ്റെ സമയമല്ലാത്തത് കൊണ്ട് തന്നെ ഓണത്തിന് ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് തന്നെ ഓണം ആരംഭിച്ചു. അതിന് ഡിസംബർ വരെ ഓണമാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സംഘടനകൾ അവിടെ ഉള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കൂട്ടായ്മകൾ ഈ ഓണത്തിൻ്റെ സമയത്ത് അവരുടേതായിട്ടുള്ള ഒരു സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ധന്യമുഹൂർത്തമാണ് ഓണം. അത് ഏകദേശം ഡിസംബർ വരെ നടക്കും. കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ അവിടെ ഓണം ആഘോഷിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിൽ UAE ഒഴികെ മറ്റുള്ള സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ലീവ്. അപ്പോൾ അവിടെ വെള്ളിയാഴ്ച ദിവസങ്ങളിലായിരിക്കും. ബഹ്റിൻ, ഖത്തർ, മസ്കറ്റ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഓണമാഘോഷം. അതുകൊണ്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നാട്ടിൽ ദുബായിൽ ഉണ്ടാകുന്ന സമയത്ത് അധികവും എല്ലാ ഞായറാഴ്ചകളിലും ഏതെങ്കിലും ഒരു സംഘടനയുടെ ഓണം ഉണ്ടാകും. എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എൻ്റെ സുഹൃത്ത് രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ലയൺസിൻ്റെ ഉദ്ദേശം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് കണ്ണൻ പാർത്ഥസാരഥി അധ്യക്ഷത വഹിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ കെ ശ്രീനിവാസ് ഷേനായി, പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് അഡ്വൈസർ കെ ഗോപി, മുൻ പ്രസിഡന്റ് ശ്യാം പ്രസാദ്, റീജിയണൽ ചെയർമാൻ PP കുഞ്ഞികൃഷ്ണൻ നായർ, സോൺ ചെയർമാൻ V സജിത്ത് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി മധു മഠത്തിൽ സ്വാഗതവും ട്രഷറർ രാജേഷ് കൃഷ്ണ നന്ദിയും പറഞ്ഞു. ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പ്രദേശവാസികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. തിരുവാതിര, സിനിമാറ്റിക് ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, സംഘഗാനം, ഗാനാലാപനം, ആദരിക്കൽ ചടങ്ങ്, സമ്മാനദാനം തുടങ്ങി വിവിധ പരിപാടികൾ സംഗമത്തിന്റെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുതിയകണ്ടം അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് എല്ലാ സംക്രമ ദിനങ്ങളിലും പൗരപ്രമുഖരെ തിരുസന്നിധിയിൽ വെച്ച് ആദരിക്കുന്ന സംക്രാന്തി സമാദരം പരിപാടി നടന്നു. കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്നും രജിസ്ട്രാറായി വിരമിച്ച ഡോക്ടർ M മുരളീധരൻ നമ്പ്യാരെയും പ്രമുഖ വ്യവസായ പ്രമുഖനായ ഡോക്ടർ മണികണ്ഠൻ മേലത്തിനെയും കളിയാട്ട സമിതി ചെയർമാൻ ജനാർദ്ദനൻ പുല്ലൂർ ഉപഹാരം നൽകി ആദരിച്ചു. പുതിയകണ്ടം അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് എല്ലാ സംക്രമ ദിനങ്ങളിലും പൗരപ്രമുഖരെ തിരുസന്നിധിയിൽ വെച്ച് ആദരിക്കുന്ന സംക്രാന്തി സമാദരം പരിപാടിയിൽ കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്നും രജിസ്ട്രാറായി വിരമിച്ച ഡോക്ടർ M മുരളീധരൻ നമ്പ്യാരെയും
പ്രമുഖ വ്യവസായ പ്രമുഖനായ ഡോക്ടർ മണികണ്ഠൻ മേലത്തിനെയും കളിയാട്ട സമിതി ചെയർമാൻ ജനാർദ്ദനൻ പുല്ലൂർ ഉപഹാരം നൽകി ആദരിച്ചു. സഹോദരങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് ഏറ്റവും മഹത്തരമാണെന്ന് ആദരഭാഷണത്തിൽ എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ അഭിപ്രായപ്പെട്ടു. ആയിരക്കണക്കിന് പേര് സംക്രാന്തിക്ക് അടിയാർക്കാവിലേക്ക് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തികച്ചും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ആരാധനയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് സൽഫലം നൽകുന്ന ഒരു പുണ്യക്ഷേത്രമായിട്ട്, പുണ്യ പ്രകൃതി പഠന കേന്ദ്രമായിട്ട് നമ്മുടെ ഈ പരിസരം മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ നമ്മുടെ സംക്രാന്തിക്ക് ക്ഷേത്രസമിതി ചെയ്യുന്നത് സമൂഹത്തിലെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് സ്വയം പഠിച്ചുയർന്ന് ഔന്നത്യത്തിലെത്തിയ പ്രതിഭകളെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് സംക്രാന്തി സമാദരം എന്നാണ് പേര്. ചടങ്ങിൽ പ്രശസ്ത കവി നാലപ്പാടം പത്മനാഭൻ വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തി. തറവാട്ടംഗങ്ങളായ രാജു പാണത്തൂർ, അനിൽകുമാർ, സുനിൽകുമാർ, സുരേഷ് കാസർഗോഡ്, ഭാസ്കരൻ, രാഹുൽ, ഉമ, ഭവാനി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു. ഇന്ന് ഈ സംക്രമ ദിവസം ഇവിടെ എത്താനും നിങ്ങളോട് കൂടി ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനും സാധിച്ചതിൽ അതിയായിട്ട് സന്തോഷിക്കുകയാണ്. ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കാവുകളൊക്കെ അന്യം നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സ്ഥലത്ത് ഇങ്ങനൊരു കാവ്, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, ഇങ്ങനൊരു കാവ് സംരക്ഷിക്കാനും ആ സംരക്ഷണത്തിലൂടെ നമ്മുടെ സാംസ്കാരികമായ പൈതൃകത്തിനെ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് കാണുകയാണ്. രമേശൻ പുതിയകണ്ടം, ഭരതൻ കണ്ടത്തിൽ, മോഹൻദാസ്, കൃഷ്ണൻ പെരളം, വിനോദ്, രാജീവൻ, ഗോപാലൻ, നന്ദു, രതീശൻ, മനോജ്, കൃഷ്ണമണി, ഷാജി, സുകേഷ്, കൃപ, ഗിരിജ രാജു, സ്വപ്ന കുമാരൻ, ഭാർഗവി, രമണി, ഉഷ, ബിന്ദു, സരിത, രേഷ്മ, സാവിത്രി എന്നിവർ സംസാരിച്ചു. അന്നദാനത്തോടെ പരിപാടി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ ഉപജില്ലയിലെ 11 സ്കൂൾ ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ചൊവ്വാഴ്ച പ്രാഥമിക റൗണ്ടും ക്വാർട്ടർ സെമി ഫൈനൽ മത്സരങ്ങളുമാണ് നടന്നത്. നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ എം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ ട്രഷറർ ടി.എം. സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സെക്രട്ടറി പി. മോഹനൻ, പി. പ്രസീന, കെ. ശ്രീജ, പി. വി. പ്രീത, കെ. ജയജിത്ത്, മുസ്തഫ കല്ലിങ്കൽ, പി. സായി പ്രസാദ് എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരം നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി നിർധന കുടുംബത്തിനുള്ള ഭവന നിർമ്മാണ സഹായം മുഖ്യരക്ഷാധികാരി പാലക്കി സി. കുഞ്ഞാമത് ഹാജി മുൻ നഗരസഭാ ചെയർമാൻ വി. ഗോപിക്ക് കൈമാറി. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി നിർധന കുടുംബത്തിനുള്ള ഭവന നിർമ്മാണ സഹായം മുഖ്യരക്ഷാധികാരി പാലക്കി സി. കുഞ്ഞാമത് ഹാജി മുൻ നഗരസഭാ ചെയർമാൻ വി. ഗോപിക്ക് കൈമാറി. ചെയർമാൻ ടി. അബൂബക്കർ ഹാജി അധ്യക്ഷനായി. മുൻ കൗൺസിലർ എം. കുഞ്ഞികൃഷ്ണൻ, കോഓർഡിനേറ്റർ ബഷീർ ആറങ്ങാടി, ഡയറക്ടർമാരായ എ. ഹമീദ് ഹാജി, എം. കെ. അബ്ദുൾ റഷീദ്, സൗദി അബൂബക്കർ ഹാജി, എ. കെ. മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ടി. റംസാൻ സ്വാഗതവും മുത്തലീബ് കൂളിയങ്കാൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
BKMU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ MLA M നാരായണനെ അനുസ്മരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. BKMU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ MLA M നാരായണനെ അനുസ്മരിച്ചത്. MN സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. അത് കേന്ദ്ര സർവീസിൽ സാമാന്യം മോശമല്ലാത്ത ഒരു ജോലിയുള്ള ആളെ തീരുമാനിക്കുന്നു. ആ സഖാവിനോട് പോയി ജോലി രാജിവെച്ച് സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രണ്ടാമത് ഇന്നലെ പോയി സംസാരിച്ച സഖാവൊക്കെ അത് പറഞ്ഞാണ് പിന്നെ പാർട്ടി നേതൃത്വമൊക്കെ പറയുന്നത് കേട്ടതാണ്. രണ്ടാമതൊന്നും ആലോചിക്കാതെ അങ്ങനെ ഒരു മണ്ഡലത്തിൽ ജോലി രാജിവെച്ച് സ്ഥാനാർത്ഥിയാകാൻ ആരാണ്ട് തീരുമാനിച്ചു എന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനം ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം അംഗീകരിക്കുക എന്നുള്ളതൊരു പ്രവർത്തകന്റെ ഉത്തരവാദിത്വമെന്ന നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാരായണൻ ആ നിലയിൽ സ്ഥാനാർത്ഥിയായി. ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA M കുമാരൻ, KV കൃഷ്ണൻ, CV വിജയരാജ്, രവീന്ദ്രൻ മണിയാട്ട, മിനി, CP സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. N ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വ്യാപകമായി ചൂഷണം ചെയ്യുന്നതായി കണ്ടെത്തൽ. കാസർഗോഡ് 16 വയസ്സുകാരനെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് പീഡിപ്പിച്ച കേസിൽ അന്വേഷണത്തിനിടെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയം സ്ഥാപിച്ച് UPI വഴി പണം നൽകി വശീകരിച്ചാണ് പീഡനം നടന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിൽ എങ്ങനെ അക്കൗണ്ട് തുറക്കാനായി എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോൺഗ്രസ് കോടോംബേളൂർ കാലിച്ചാനടക്കം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. വിശ്വകർമ്മ ജയന്തി ദിനം വിപുലമായി ആഘോഷിച്ച മാവുങ്കാൽ പുതിയകണ്ടം ശ്രീമദ് പരശിവ വിശ്വകർമ്മ ക്ഷേത്രം. വിശ്വകർമാവ് തൊഴിലിന്റെയും വ്യവസായത്തിന്റെയും അടിസ്ഥാന ദേവനാണ്. കന്നി സംക്രാന്തി ദിനത്തിലാണ് ഭാരതീയർ വിശ്വകർമ്മ ദിനം ആചരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ബാലകൃഷ്ണൻ പാലക്കി തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും PMDK കോഴിക്കോട് അലിംകോയും സംയുക്തമായി സംഘടിപ്പിച്ച രാഷ്ട്രീയ വയോശ്രീ യോജന മുഖേന നൽകിയ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. സ്നേഹ സൗഹൃദത്തിന്റെ ഒത്തുചേരലുമായി കാഞ്ഞങ്ങാട് ലയൺസ് ക്ലബ് ഓണാഘോഷം സംഘടിപ്പിച്ചു. കുടുംബസംഗമവും നടത്തി. പുതിയകണ്ടം അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് എല്ലാ സംക്രമ ദിനങ്ങളിലും പൗരപ്രമുഖരെ തിരുസന്നിധിയിൽ വെച്ച് ആദരിക്കുന്ന സംക്രാന്തി സമാദരം പരിപാടി നടന്നു. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോളർ M സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.